കളി കാര്യായല്ലേ? മൃദുലയെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഏതൊരു പെണ്ണിനും അതൊരു ഇൻസൾട്ടായ കാണാൻ കഴിയൂ. മറ്റൊരു പെണ്ണിനെ കൊണ്ട് പാഠപുസ്തകം പഠിപ്പിക്കുന്ന മാതിരി ജീവിതം പഠിപ്പിക്കാന്ന് വെച്ചാ മൃദുല പറഞ്ഞു തന്നെയാണ് ശരി. ഇറ്റ് വാസ് ടു മച്ച്. അപ്പോ തെറ്റ് ഞാനാണല്ലേ എന്ന് ഞാൻ പറഞ്ഞില്ല. വീടെന്ന സങ്കല്പം യാഥാർത്ഥ്യമാക്കാനുള്ള വാശിയിലായിരുന്നു മഹി. മഹി അല്പം പോലും മനസ്സിലാക്കാൻ മൃദുലയ്ക്ക് കഴിഞ്ഞതുമില്ല, കളിവീട് യാഥാർത്ഥ്യമായതുമില്ല. പക്ഷേ മഹിയെ ഞാൻ മനസ്സിലാക്കുന്നു. ഉലഹന്ന കൊണ്ടുവന്ന ഫയലില്ലേ, അതിൽ ഒപ്പുവെക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. യെസ്, ആ പ്രപ്പോസൽ പ്രൊസീഡ് ചെയ്തോളൂ. എനിക്ക് സമ്മതം. ആലോചിച്ചിട്ടാണോ യാമിനി പറയുന്നത്? ശരിക്കും ആലോചിക്കാതെ ഞാനൊരു തീരുമാനം എടുക്കാറില്ല. മഹിയുടെ വീട് ഞാനൊരു യാഥാർത്ഥ്യമാക്കി തരും. അതുപോലെ എന്ത് ഫൂളിഷ്നെസ് ആണ് നീ പറയുന്നത്? അങ്ങനെയാണ് ഫൂളിഷ്നെസ് കാട്ടിയത് ഡാഡിയാ. ഡാഡിയല്ലേ ഈ പ്രപ്പോസൽ കൊണ്ടുവന്നത്? അതിന് ഇതൊരു രണ്ടാം ഘട്ടമാണെന്ന് ഞാൻ അറിഞ്ഞോ? രണ്ടാം ഘട്ടമായാലും എന്താ കുഴപ്പം? അതിൽ ഇഷ്യൂസ് ഒന്നുമില്ലല്ലോ. ഓട്ടെ, അയാളുടെ സെക്കൻഡ് മാരേജ് എന്ന കാര്യം നമുക്ക് മറക്കാന്ന് വെക്കാം. പക്ഷേ ഒരു രജിസ്റ്റർ വിവാഹം പോലും വേണ്ടെന്ന് നീ വാശി പിടിക്കുന്ന എനിക്ക് മനസ്സിലാവാത്തത്. 4 ആളുടെ മുമ്പിൽ വെച്ച് കഴുത്തിലൊരു താലി കെട്ടിയതുകൊണ്ടോ രജിസ്റ്റർ ഓഫീസിലെ രജിസ്റ്ററിൽ ഒപ്പിട്ടതുകൊണ്ടോ വിവാഹ ബന്ധത്തിന് ബലം കൂടുമെന്ന് ഡാഡി കരുതുന്നുണ്ടോ? അതല്ലേ കഷ്ടം. അല്ലെങ്കിൽ നിയമത്തിന് മുന്നിൽ എന്ത് വിലയുള്ളത്? നിയമത്തിന്റെ മുമ്പിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നൊരു രേഖ ഉണ്ടാക്കി എടുത്തിട്ട് എന്ത് പ്രയോജനം? മമ്മി ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയപ്പോ ആ രേഖ വെച്ച് ഡാഡിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ? മാനസികമായ അടുപ്പമാണ് പ്രധാനം. അതുണ്ടാവോന്നറിയാതെ ഒരു പുരുഷനുമായി ആജീവനാന്ത കരാറിൽ ഏർപ്പെടുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു 3 മാസത്തെ പ്രൊബേഷൻ കഴിഞ്ഞിട്ട് കല്യാണത്തെ പറ്റി തീരുമാനിക്കാമെന്ന്. ഇത് അമേരിക്ക അല്ല, കേരളമാണ്. പക്ഷെ ഇവിടെ ഇപ്പൊ ബന്ധങ്ങൾ അമേരിക്കയിലേക്കാൾ വഷള. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീ എന്തൊക്കെ ന്യായം പറഞ്ഞാലും എന്റെ സമ്മതി ഇതിനുണ്ടാവില്ല. ഡാഡി സമ്മതിക്കും. കാരണം ഡാഡിയുടെ മോൾ അബദ്ധങ്ങളിൽ ചെന്ന് ചാടില്ലെന്ന് ഡാഡിക്ക് നന്നായി അറിയാം. പ്രൊബേഷൻ പീരീഡ് വെക്കാൻ ഇതെന്താ ഉദ്യോഗം വല്ലതാണോ? ആണല്ലോ, ഭർത്താവുദ്യോഗം. ഭാര്യയെ സേവിക്കാൻ വിധിക്കപ്പെട്ടുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഓരോ ഭർത്താക്കന്മാരും. പക്ഷേ ഈ ഉദ്യോഗത്തിനൊരു പ്രത്യേകതയുണ്ട്. ശമ്പളം അങ്ങോട്ട് കൊടുക്കണം. അപ്പൊ പിന്നെ ഈ പ്രൊബേഷൻ അംഗീകരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ ഡോക്ടറെ? ഞാനിതിൽ അസാധാരണമായിട്ടൊന്നും കാണുന്നില്ല. ഇനിയുള്ള കാലത്ത് ഇതെല്ലാം ഇതിനപ്പുറം നടക്കും. വ്യവസായയുഗമല്ലേ. പക്ഷേ മഹിക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നുള്ളതാണ് പ്രശ്നം. മഹി എന്താ ഒന്നും മിണ്ടാത്തത്? യാമിനി പറയുന്നതിലും കഴമ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പരീക്ഷണം നടത്തി പരാജയപ്പെട്ടവനാ ഞാൻ. ഇനി ഒരു വിവാഹമോചനം കൂടി വയ്യ. ഒരു 3 മാസം ട്രൈ ചെയ്തിട്ട് സക്സസ് ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഞാൻ റെഡി. ഇന്ന് 1-ാം തീയതി അല്ലേ? അപ്പോ കണക്കൂട്ടാൻ നല്ല എളുപ്പാ. അതുകൊണ്ടാ ഇന്ന് തന്നെ അങ്ങ് തുടങ്ങി കളയാന്ന് വിചാരിച്ചത്. ആ പിന്നെ വലതുകാലം വെച്ച് കയറണേ. എവിടെയാ ബെഡ്റൂം? ആ ഡിക്കിയിൽ കുറച്ചുകൂടെ സാധനങ്ങൾ ഇരിപ്പുണ്ട്, അതുകൂടെ ഇങ്ങ് എടുത്തോ. വന്നു അല്ലേ? ചടങ്ങുകളോ വേണ്ടെന്ന് വെച്ചു. വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിച്ചു കൂട്ടി ഒരു ചെറിയ പാർട്ടിയെങ്കിലും നടത്തിയില്ലെങ്കിൽ എങ്ങനെയാ? അതിന്റെ ഒന്നും ആവശ്യമില്ല. വിവാഹം എന്ന് പറയുന്നതേ തികച്ചു സ്വകാര്യമായ ഒരു സംഗതിയാണ്. എന്നാലും കൂടെ കൊണ്ടു കിടക്കുമ്പോ നാട്ടുകാർ ചോദിക്കരുതല്ലോ ഇതേതാ സാധനം. അതെ, അങ്ങനെ ഒരു അല്ല, മഹിക്ക് നിർബന്ധമാണ് ഈ പ്രൊബേഷൻ കഴിയട്ടെ, എന്നിട്ട് ആലോചിക്കാം പാർട്ടി വേണോ വേണ്ടെന്ന്. ഇത് അകത്തോണ്ട് വെച്ച് റെഡിയാവാൻ നോക്ക്, ഓഫീസിൽ പോണ്ടേ? അല്ല, ഇന്നിങ്ങനെ ഒരു ദിവസമായിട്ട് ഓഫീസിൽ പോണോ? മഹിയെ ഉപദേശിക്കാൻ നിയന്ത്രിക്കാനൊക്കെ ഇനി ഞാനുണ്ട്. ഉലഹന്ന ബുദ്ധിമുട്ടണമെന്നില്ല. നീ 2 പെട്ടി എടുക്കാൻ സഹായിക്കണമെന്നല്ലേ? എല്ലാം തന്നെ താനങ്ങ് ചെയ്തോണ്ടാ മതി. പിന്നെ പെട്ടി ഫോറിന സൂക്ഷിച്ചോണം കേട്ടോ. യാമിനി എന്തായി ചെയ്യുന്നു? TV ഇവിടെ മഹി വെക്കേണ്ടത്. അവിടെ ഇരുന്നിട്ട് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആര് പറഞ്ഞു ഇല്ലായിരുന്നു? ഫ്രണ്ട് ഡോറ് തുറന്ന ഗ്ലെയർ നേരെ വന്ന് വീഴും TV സ്ക്രീനിലാ. പിന്നെ പിക്ചർ എങ്ങനെ നേരെ ചൊവ്വേ കാണാനൊക്കും? ടിവിയുടെ പൊസിഷൻ മാറ്റിയ സെറ്റപ്പ് ഒക്കെ മൊത്തം മാറ്റണ്ടേ? അതൊക്കെ ഞാൻ മാറ്റിക്കോളാം. മഹി ഓഫീസിൽ പോവാൻ നോക്ക്. ആർക്കിടെക്റ്റ് ആണത്രേ. ഇന്റീരിയർ ഡെക്കറേഷനെ കുറിച്ച് യാതൊരു സെൻസും ഇല്ല.
എന്ന് ഇന്നേ വരെ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്തിട്ടുള്ള പല വീടുകളുടെയും ഇന്റീരിയർ ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത്. അവരുടെയൊക്കെ ഒരു തലവിധി. ഇത്രയും നാള് മഹിയുടെ ഇഷ്ടത്തിനല്ലേ എല്ലാം അറേഞ്ച് ചെയ്തിരുന്നത്. ഇനി എന്റെ ഇഷ്ടം കൂടി ഒന്ന് നോക്കാം. ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കാളിത്തമല്ലേ? ഗുഡ് മോർണിംഗ്. ആ ഡോക്ടറോ, എന്താ പതിവില്ലാതെ ഈ വഴി? മലയാള മനോരമയുടെ ഓഫീസർ വന്നതാ. മാട്രിമോണിയൽ കോളത്തിൽ ആ പരസ്യം കൊടുത്തിരുന്നല്ലോ, കുറെ മറുപടികൾ വന്നിട്ടുണ്ടെന്ന് അവർ വിളിച്ചറിയിച്ചു. അതൊന്ന് കളക്ട് ചെയ്യാമെന്ന് കരുതി. കൊള്ളാവുന്ന വല്ലതും ഉണ്ടോ? കാറിൽ വെച്ചൊന്ന് ഓടിച്ചു നോക്കി. മോശമില്ലാത്ത ചിലതൊക്കെ ഉണ്ട്, പക്ഷെ അവരാരും ഹിപ്നോട്ടിസത്തിന് തയ്യാറില്ല. മാത്രമല്ല ചിലരൊക്കെ ശക്തമായ പ്രതിഷേധവും ഭീഷണിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫെമിനിസ്റ്റുകളാണെന്ന് തോന്നുന്നു. അപ്പോ അതിന് സന്നദ്ധരായിട്ടുള്ള ആരുമില്ലേ? 2-3 ഉണ്ട്, അവരോട് വരാൻ എഴുതാം. അപ്പൊ ഏതായാലും പരസ്യം കൊടുത്ത് വെറുതെ ആയില്ല. അത് ഹിപ്നോട്ടിസ് ചെയ്തിട്ട് തീരുമാനിക്കാൻ പറ്റൂ. അതവിടെ നിൽക്കട്ടെ. മഹി എന്ന് പുതിയ ദാമ്പത്യ ജീവൻ തുടങ്ങിയെന്ന് ഉലഹു പറഞ്ഞു, ശരിയാണോ? ഇത്രയും സമയത്തിനുള്ളിൽ ഒരു ജഡ്ജ്മെന്റ് പ്രയാസമാണെന്നറിയാം. എങ്കിലും ചോദിക്കുക, കണ്ടെടുത്തോളം എങ്ങനെയുണ്ട്? എല്ലാ കാര്യത്തിലും അഭിപ്രായമുള്ള ടൈപ്പാണെന്ന് തോന്നുന്നു. അത് വേണമല്ലോ. മൃദുലയ്ക്കൊന്നിലും അഭിപ്രായമില്ലെന്നുള്ള പരാതിയായിരുന്നല്ലോ മഹിക്ക്. എന്റെ അഭിപ്രായവും യാമിനിയുടെ അഭിപ്രായം തമ്മിൽ ക്ലാഷ് ആകുമെന്നപ്പോ എന്റെ പേടി. 2 കൂട്ടർക്കും അഭിപ്രായം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ക്ലാഷ് ഉണ്ടാവുമല്ലോ. അത് ഉണ്ടാകാതെ നോക്കലാണ് ദാമ്പത്യ വിജയത്തിന്റെ രഹസ്യം. അത് ശരിയാ. ആട്ടെ, ഇന്ന് പുതിയൊരു ബന്ധം തുടങ്ങിയ സ്ഥിതിക്ക് ഓഫീസിൽ വരേണ്ട കാര്യമുണ്ടായിരുന്നു. അനാവശ്യമായി ലീവ് എടുക്കുന്നത് യാമിനിക്ക് ഇഷ്ടമല്ല. ഓ, പകൽ എന്തിന് വീട്ടിൽ ചടഞ്ഞുകൂടിയിരുന്ന് സമയം വേസ്റ്റ് ആക്കുന്നു? രാത്രിയിലല്ലേ ഫസ്റ്റ് നൈറ്റ്. എന്താത്, ബെഡ് പൂത്തുലഞ്ഞു കിടക്കുന്നല്ലോ. നിയമപരമായ ചടങ്ങുകൾ വേണ്ടെന്ന് വെച്ചെങ്കിലും ഇതിൽ ലുബ്ധ കാണിക്കുന്നത് ശരിയല്ലല്ലോ. ഇന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ? എന്നാര് പറഞ്ഞു? ലോകം ഉണ്ടായ കാലം മുതലുണ്ട് പകലും രാത്രി. ആ സ്ഥിതിക്ക് എങ്ങനെയാ ഇത് ഫസ്റ്റ് നൈറ്റ് ആവുന്നത്? നമ്മൾ ഒന്നിച്ചുള്ള ആദ്യ രാത്രി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പറഞ്ഞതുപോലെ വിവാഹ മാനിഫെസ്റ്റോയിൽ അങ്ങനെ ഒരു ഐറ്റം ഉണ്ടല്ലോ. അതെ, അത് നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് ആലോചിക്കാം. പ്രൊബേഷനിൽ ഇതും പെടും. അല്ല, നമ്മൾ ഒന്നിച്ച് ഒരു മുറി കഴിയുമ്പോ അതെങ്ങനാ? മോഹങ്ങൾക്ക് കടിഞ്ഞാനിടാൻ പ്രയാസമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് മഹേഷിന് വേണ്ടി അപ്പുറത്തെ മുറി ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. ഉറക്കം വരുന്നെങ്കിൽ ചെന്ന് കിടന്നോളൂ. അല്ല, വരൂ. യു ആർ കറക്റ്റ്. ഈ വീട്ടിൽ 3 ബെഡ്റൂം ഉള്ളപ്പോ എല്ലാരും കൂടി എന്തിനാ ഒരു മുറി കിടക്കുന്നല്ലേ? അതെ. അയ്യേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. വിളിച്ചോ? ഗുഡ് നൈറ്റ്. ഓ